വിജയനും ദാസനും വിജയനിലെ വിജയൻ ഇല്ലാതായാലും മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ കോമ്പിനേഷൻ വിജയനെ ഓർക്കുന്നത് ആള് തന്നെയാണ്. അതുകൊണ്ട് ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയാലും അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹം എഴുതിയ സിനിമകളൊക്കെ മലയാളികൾക്ക് എന്ന് ഓർമ്മിക്കാൻ പറ്റിയത് തന്നെയാണ്. എൻ്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ വലുതാണ്. ആസ് എൻ ആക്ടർ, ആസ് എ റൈറ്റർ, ഒരു കൊളീഗ്, ഫ്രണ്ട് എന്നൊക്കെ ഉള്ള സൗഹൃദമല്ല, പ്രത്യേക ഒരു വൈകാരിക ബന്ധമാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും മക്കളും ഒരുപാട് യാത്രയിൽ ഞങ്ങൾ ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്ത ആളാണ്. സിനിമയും അല്ലാതെയും വ്യക്തിപരമായിട്ടൊക്കെ എല്ലാവരും, ഞാൻ സത്യൻ അന്ത്യക്കാടായാലും പ്രിയനായാലും ശ്രീനിവാസനായാലും ഒക്കെ സിനിമ എന്നുള്ളതിലുപരി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ ആൾക്കാരാണ്. അപ്പൊ അതില്ലാതാകുന്ന സമയത്തുണ്ടാകുന്ന ഒരു വ്യഥ വളരെയധികം കഷ്ടമാണത് പറഞ്ഞറിയിക്കാൻ. അപ്പൊ ആ ദുഃഖത്തിൽ തന്നെയാണ് ഞാൻ. അതിൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് എന്നിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഒരു സിനിമ വെറുതെ എഴുതുകയല്ല, ആ സമൂഹത്തിന് ആ സിനിമയെ കൊണ്ട് എന്ത് ഗുണമുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു ശ്രീനിവാസൻ. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ ഒരു ഹ്യൂമറിന്റെ പരിവേഷം കൊള്ളിക്കൊണ്ട് സമൂഹത്തിന്റെ അകത്തേക്ക് ഇറങ്ങി പോവുകയും അവിടെ ഉള്ള ചെറിയ കാര്യങ്ങളായാലും സാധാരണക്കാരുടെ പ്രശ്നങ്ങളായിരുന്നു ശ്രീനി നമ്മളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അത് തീർച്ചയായിട്ടും വ്യക്തിപരമായ ഒരുപാട് കാരണങ്ങളിലൂടെയാണ്. അപ്പൊ അതിനൊരു ഭാഗ്യം കിട്ടിയ ഒരു ആക്ടറാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ആളോട് നമുക്കൊരു പ്രത്യേക താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന് സുഖമില്ലാതായി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല മരണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൽ നമ്മൾ സങ്കടപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം ചെയ്ത വലിയ സിനിമകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ഉണ്ടാകില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാര്യം അദ്ദേഹത്തിന്റെ സിനിമകൾ മലയാള സിനിമയുള്ളിടത്തോളം കാലം ആൾക്കാർ ആസ്വദിക്കേണ്ടതാണ്.